നമുക്ക് അടിപൊളി ഫ്രഞ്ച് ഫ്രൈസ് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് കുറച്ച് ഉരുളക്കിഴങ്ങ് എടുത്ത് പീൽ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ചെറിയ സ്മാൾ പീസസ് ആയിട്ട് കട്ട് ചെയ്യുമ്പോൾ ഒരുപാട് അങ്ങ് തിന്നായി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് കോൾഡ് വാട്ടർ ഉപയോഗിച്ച് നന്നായിട്ട് കഴുകി എടുക്കുക. ഒരു 10 മിനിറ്റ് നമുക്ക് ഈ വെള്ളത്തിൽ തന്നെ ഇട്ടേക്കാം കേട്ടോ. അതിനുശേഷം അത് ഊറ്റിക്കളഞ്ഞിട്ട് നമുക്ക് ടാപ്പ് വാട്ടറിൽ നല്ല രീതിയിൽ 2-3 തവണ കഴുകി നമുക്കത് ഊറ്റിക്കളയാം. ഇനി നമുക്കൊരു സ്റ്റെയിനറിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി കുറച്ച് നേരം നന്നായിട്ട് വെള്ളം ഒപ്പിയെടുത്തതിന് ശേഷം ഇനി നമുക്ക് നല്ല തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു 5 മിനിറ്റ് ഒന്ന് നമുക്കതൊന്ന് വേവിച്ചെടുക്കണം. വെന്ത് പോകരുത്, നല്ല തിളപ്പിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ. ഇനി നമുക്ക് ട്രേയിലേക്ക് ഇട്ട് കൊടുത്ത് ടിഷ്യൂ പേപ്പർ കൊണ്ട് അതിന്റെ വെള്ളം നന്നായിട്ട് നമ്മൾ ഒപ്പിയെടുക്കണം കേട്ടോ. ഒട്ടും തന്നെ വെള്ളം ഉണ്ടാകാൻ പാടില്ല. ഇനി നമ്മളൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്ത് അതിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുലുക്കിയെടുക്കുക. ഇനി നമുക്ക് തിളച്ച എണ്ണയിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ. ഇപ്പൊ നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന രീതിയിലുള്ള അടിപൊളി ഫ്രഞ്ച് ഫ്രൈസ് റെഡിയാണ്. ഇനി നമുക്ക് സെർവ് ചെയ്യാം.